നമ്മുടെ സ്വദേശി ഷോപ്പിൽ എല്ലാവരും വന്ന് വളരെ ഇഷ്ടത്തോടും വളരെ ടേസ്റ്റോടും കൂടി കഴിക്കുന്ന അടിപൊളി ഒരു ചിക്കൻ കറി നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇന്ന് നമുക്ക് സ്വദേശി കടയിൽ എല്ലാ ദിവസവും വെക്കുന്ന സ്പെഷ്യൽ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ശങ്കരിക്കുട്ടി അവിടെ അച്ഛനും കൂടെ പോയി നല്ല ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ശങ്കരിക്കുട്ടിയാണ് എല്ലാ ദിവസവും ചിക്കൻ മേടിക്കാൻ പോകണം, എന്നും കിടന്ന് വഴക്കാണ് ചിക്കൻ മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്നതേ ശങ്കരിക്കുട്ടി ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. നമുക്കിന്ന് എന്നാ ശങ്കരിക്കുട്ടി ഇന്ന് ചിക്കൻ കറിയാണോ വെക്കണ്ടേ? അയ്യോ ഇതിന്ന് ചിക്കൻ കറി വെക്കാം നമുക്കല്ലേ. നമുക്ക് അടിപൊളി ചിക്കൻ കറി, മീമാമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് വെക്കുന്നത്. എല്ലാവരോടും പറ മീമാമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറി വെക്കുന്നുണ്ടെന്ന്. ഞാൻ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കുമായിരുന്നു. അപ്പോൾ ശങ്കരിക്കുട്ടി പോയി ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. നമുക്കപ്പോൾ ഇന്ന് സ്പെഷ്യൽ ചിക്കൻ കറി നമുക്ക് സ്വദേശിയിൽ എല്ലാ ദിവസവും ഉള്ള എല്ലാവരും ഭയങ്കര ആസ്വദിച്ച് എന്നും കൂട്ടുന്ന ആ ചിക്കൻ കറി ഇന്ന് എങ്ങനെയാണ് വെക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ചിക്കൻ രാവിലെ മേടിച്ചുകൊണ്ട് വന്നു. നമുക്കിനി അത് കഴുകിയൊക്കെ പെറുക്കി വൃത്തിയായിട്ട് എടുക്കാം കേട്ടോ. കറിവേപ്പില നമുക്ക് ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവന്നു. ഇതിനകത്ത് ഇനി ഈ വേസ്റ്റ് എല്ലാം പെറുക്കി കളഞ്ഞ് ഓരോന്നോരോന്ന് പെറുക്കിയെടുത്ത് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. എന്നാൽ ചിലപ്പോൾ ഈ കോഴിയുടെ പപ്പെല്ലാം അതിനകത്ത് എതിർച്ച പെട്ടുപോകും. അപ്പോൾ അതെല്ലാം നമ്മൾ ശരിക്കും വൃത്തിയായിട്ട് കഴുകി ഓരോന്നോരോന്ന് പെറുക്കി തിരിഞ്ഞിട്ടൊക്കെ വേണം കേട്ടോ നന്നായിട്ട് കഴുകി പെറുക്കിയെടുക്കാൻ. ഇതുണ്ട് ഇതുപോലത്തെ സാധനങ്ങളൊന്നും തന്നെ കറിയിലിടരുത്, അന്നേരം ചിലപ്പോൾ കയ്പ്പൊക്കെ കയറി വരും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് കഴുകി പെറുക്കിയെടുത്ത് വൃത്തിയായിട്ടിടാം. ഇത് എന്നിട്ട് നമുക്ക് കുരുമുളകും ചെറുനാരങ്ങ നീരെല്ലാം എടുത്ത് തിരുമ്മിയൊക്കെ എടുത്തൊക്കെ വെച്ചിട്ട് 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാട്ടോ നമ്മൾ സാധാരണ ചിക്കൻ കറി വയ്ക്കണേ. ഇതേ ചിക്കൻ കണ്ടപ്പോൾ ഒരാൾ ഒരു കോഴിക്കുഞ്ഞല്ലാത്ത പൂച്ചക്കുഞ്ഞാണത്. ഇത് ചിക്കൻ വേണോ പൂച്ച? അയ്യേ ചിക്കൻ മച്ചനെ കണ്ടപ്പോൾ ഇവിടെ നിന്ന് തേവൂട്ടം തത്തിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കിത് വൃത്തിയായിട്ട് കഴുകിയെടുക്കാവേ. ശങ്കരിക്കുട്ടി ചിക്കൻ കഴുകാൻ കൂടുന്നുണ്ട്. ശങ്കരിക്കുട്ടി ഇതുണ്ട് ഇതുപോലത്തെ ഉള്ള വേസ്റ്റെല്ലാം നമ്മൾ ശരിക്കും കളഞ്ഞെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിക്കൻ ആദ്യം എല്ലാം കളഞ്ഞ് നമ്മൾ വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ഇനി ഇതിനകത്ത് വേസ്റ്റ് ഇല്ല. ഇനി 2-3 പ്രാവശ്യം നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കണേ. ശരിക്കും ചോരമണം മാറുവോളം നന്നായിട്ട് കഴുകിയെടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് കറി കൂട്ടുമ്പോൾ ഒരു ഇഷ്ടം തോന്നില്ല. നന്നായിട്ട് നമുക്ക് 4 പ്രാവശ്യം കഴുകണം കേട്ടോ. നമ്മളെല്ലാം ചിക്കനെല്ലാം നമ്മൾ വൃത്തിയായിട്ട് കഴുകി എടുത്ത് വെച്ചു. ഇതുണ്ടോ ഒട്ടും വെള്ളമൊന്നുമില്ല. ഇനി നമുക്ക് അതിനകത്ത് ഇച്ചിരി മസാലയൊക്കെ പുരട്ടി ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. നമ്മൾ ചിക്കനൊക്കെ കഴുകി എടുത്തുകൊണ്ടൊന്ന് വൃത്തിയാക്കി എടുത്ത് വെച്ചു. പിഴിഞ്ഞ് അതിനകത്ത് ഒട്ടും വെള്ളമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇച്ചിരി മസാലകളൊക്കെ അതിനകത്ത് പുരട്ടി വയ്ക്കാം. അതിനാവശ്യമായ സാധനം നമുക്ക് ഇതുണ്ടോ ഒരു കുറച്ചിന് മാത്രം മുളക് പൊടി, ഒരു കുഞ്ഞ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ചിക്കൻ മസാല, കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇത്രയും മാത്രം സാധനങ്ങൾ പുരട്ടി വെച്ചാൽ മതി. പിന്നെ നമുക്കൊരു ചെറുനാരങ്ങയുടെ നീര്, ചെറുനാരങ്ങ നീര് എപ്പോഴും ചിക്കന് വറക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഒഴിക്കുന്ന ഒരുപാട് ടേസ്റ്റ് കൂടുതലാണ്. നല്ല പ്രത്യേകമായിട്ടുള്ളൊരു നല്ല രുചി കിട്ടും. അപ്പോൾ നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു. നമുക്കിതിന് തിരുമ്മിയിട്ട് 2 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടാണ് നമുക്ക് കറി ഉണ്ടാക്കി എടുക്കേണ്ടത് കേട്ടോ. നമുക്ക് പുരട്ടി വെച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ എടുത്ത് അരിഞ്ഞെടുക്കാവേ. അപ്പോൾ നമുക്കതിന് 1/2 കിലോ മിച്ച സവാള എടുത്തു. ഇതുണ്ടോ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഇത്രയ്ക്ക് മാത്രം പച്ചമുളക്, 100 ഗ്രാം പച്ചമുളക് കാണുള്ളൂ. ഒരു 100 ഗ്രാം ഇഞ്ചിയുണ്ട്. ഇതെല്ലാം എടുത്ത് നമ്മൾ കടുകൊക്കെ പിടിച്ച് നന്നായിട്ട് എടുത്ത് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ എന്നാന്ന് വെച്ചാൽ എടുക്കാവേ. ഇതൊക്കെ നമുക്ക് ശരിക്കും അരിഞ്ഞെടുക്കാവേ. ചിക്കനുള്ള സവാള കണ്ടിക്കുമ്പോൾ നമ്മൾ വട്ടം കണ്ടിച്ചിട്ട് സവാള കണ്ടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുണ്ടോ ഈ സവാളയുടെ മൂക്കുഭാഗം പോലത്തെ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുത്തി കളഞ്ഞിട്ട് തൊലിയൊക്കെ ഒന്നോടെ അങ്ങ് പൊളിച്ച് കളഞ്ഞിട്ട് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുത്തി കളഞ്ഞിട്ട് നമ്മൾ അരിയുമ്പോൾ ഇതുണ്ടോ നല്ല നൈസായിട്ട് അരിയാൻ പറ്റും. എന്നിട്ട് കൈകൊണ്ട് അങ്ങ് തിരുമ്മി എടുത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. കണ്ടം കൊണ്ട് അരിഞ്ഞിരുന്നേക്കാൾ ഒത്തിരി നല്ലതാണ് അങ്ങനെ. ഏറ്റവും ടോപ്പ് ഭാഗം നന്നായിട്ട് സവാള കണ്ടിക്കുമ്പോഴേ കുത്തി കളയരുതുണ്ടോ. ഈ സവാള ഇങ്ങനെ വട്ടം കണ്ടിക്കണം. എപ്പോഴും നല്ല സള്ളാസ് ഉണ്ടാക്കുമ്പോഴും ഇതൊക്കെ ഇങ്ങനെ കുത്തി കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.
മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ നല്ല രസമാണ്, വേഗം വേഗം അരിഞ്ഞിടാൻ പറ്റും. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഞരടുമ്പോൾ കണ്ടോ നല്ല ഒന്നിനൊന്ന് ഇട്ട് നല്ല റെഡി ആയിട്ട് കിടക്കും. അപ്പോൾ അത് വഴറ്റിയെടുക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇതുണ്ടോ നന്നായിട്ട് നമുക്ക് വിടുന്ന് കിട്ടും നല്ല. അപ്പോൾ ഈ ഭാഗം കണ്ടിച്ച് കളഞ്ഞില്ല എങ്കിൽ നമുക്ക് എന്നാന്ന് വെച്ചാൽ അത് അങ്ങനെ കൂടി കിടക്കുകയുള്ളൂ. എപ്പോഴും നമ്മൾ ആ തുമ്പ് ഭാഗം കണ്ടിച്ച് കളഞ്ഞിട്ട് വേണം സവാള അരിയാനായിട്ട്. ശങ്കരിക്കുട്ടീനെയൊക്കെ ഇനി ചിക്കൻ കറിയൊക്കെ വെച്ചാലൊന്ന് പഠിപ്പിക്കണം. വേണ്ട ശങ്കരി, അങ്ങനെ വിടുന്ന് കിടക്കണം കേട്ടോ ശങ്കരിക്കുട്ടി. എന്നാലാണ് നമ്മുടെ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നല്ല റെഡി ആയിട്ട് വരുള്ളൂ. അപ്പം ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുളി കൊണ്ട് നടപ്പ് വെച്ചു. ഉരുളിയൊക്കെ ചൂടായിട്ടോ, സമയം പോണതനുസരിച്ച് വേഗം വേണമെന്ന് ഓർത്ത് നമ്മൾ ഉരുളിയൊക്കെ നേരത്തെ അടുപ്പ് വെച്ചു. അപ്പോൾ നമുക്കിനി നല്ല വെളിച്ചെണ്ണയാട്ടോ, നല്ല ചക്കിലാട്ടി വെളിച്ചെണ്ണയാണ്, നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ ചിക്കന് ഏറ്റവും നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി, ചട്ടി നല്ലോണം ചൂടായി കിടന്നാലും വെളിച്ചെണ്ണ വേഗം ചൂടായി. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. ശങ്കരിക്കുട്ടിക്ക് എല്ലാ സൈസ് പാചകവും പഠിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ശങ്കരിക്കുട്ടി ഇത് ചിക്കൻ കറി എങ്ങനെയാണ് വെക്കണേന്ന് നോക്കാൻ വന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, കടുക് പൊട്ടിക്കറിക്കുമെന്ന് പറഞ്ഞ് ഉള്ളിൽ നിൽക്കുവാണ് ശങ്കരിക്കുട്ടി. അപ്പോൾ കടുക് പൊട്ടിക്കറിയുമ്പോൾ ആശാത്തി നേരെ വരും കേട്ടോ. ഞങ്ങളുടെ അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ കറിയൊക്കെ വെച്ച് തരാനുള്ള ശങ്കരിക്കുട്ടിയാണ്. അപ്പോൾ ഇതെല്ലാം പൊട്ടി. ഇനി നമുക്ക് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനത്തെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചു. അതെല്ലാം നമ്മൾ കണ്ടോ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. സവാള ഇച്ചിരി അങ്ങ് വാടിക്കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് സമയമൊക്കെ എളുപ്പം ലാഭിച്ചെടുക്കാം കേട്ടോ. വേഗം തന്നെ, ഇത് നല്ല ഉള്ളി ആയതുകൊണ്ട് ചട്ടിയുള്ള ഉള്ളിക്കകത്ത് വേഗം തന്നെ സവാള വഴറ്റിയെടുക്കാൻ പറ്റും. സവാള നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടികളും കൂടെ ഇടുമ്പോൾ ഇച്ചിരി എണ്ണ കുറവാന്ന് തോന്നിയാൽ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തേ, ഇല്ലെങ്കിൽ പൊടി ശരിക്കും പറഞ്ഞാൽ ഒരു കുത്തൽ പോലെ വരും. അപ്പോൾ നമുക്കതിനകത്ത് കുറച്ച് മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ ഇട്ട് നന്നായിട്ട് ഇനി വഴറ്റി കൊടുക്കണം. നന്നായിട്ട് ആ പച്ചവും മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടാണ് ചിക്കൻ ഇടാവുള്ളൂ, എങ്കിലാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ചിക്കൻ നമ്മൾ പിന്നെ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് നല്ല റെഡിയാക്കി വെച്ചേക്കാറുണ്ട്. അതിൻ്റെ കഷ്ണങ്ങൾക്കെല്ലാം നല്ല ടേസ്റ്റ് ആയിക്കാണ് കേട്ടോ. ഇപ്പം മസാലയെല്ലാം നന്നായിട്ട് മൂത്തു. ഇനി നമുക്ക് ചിക്കൻ പുരട്ടി വെച്ചേക്കുന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാതെ. ശങ്കരിക്കുട്ടി ഇല്ലാത്ത ഒരു ബിസിനസ്സും ഇല്ലല്ലോ ശങ്കരിക്കുട്ടി. അപ്പോൾ നമ്മളിതുണ്ടോ നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് ഇട്ടു. ഇനി ഓ ഫ്ലെയിമിലിട്ട് മൂടി വേവിക്കാവേ. ഒരമണിക്കൂറോളം മൂടി വേവിക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് തൽക്കാലം ഉപ്പൊക്കെ നമ്മൾ ഇട്ടതാണ്, നമുക്ക് മൂടി വയ്ക്കാവേ. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളമായിട്ടോ ഇത് നല്ല സ്റ്റീമിൽ വെച്ചിട്ട് നമുക്കിനി തുറന്ന് നോക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കാൻ ഏകദേശം സമയമായി. അത് നല്ല ഒട്ടും ലേശം പോലും നമ്മൾ വെള്ളം ഒഴിച്ചതല്ല കേട്ടോ. വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ട് നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഇങ്ങനെ കൂട്ടേണ്ടവർക്ക് ഇങ്ങനെയും കൂട്ടാം. ഇത് കണ്ടോ നല്ല അടിപൊളി ചിക്കൻ കറിയാണേ. എന്നിട്ട് ചിക്കൻ റോസ്റ്റ് പോലെ വേണമെങ്കിൽ ഇങ്ങനെയും കൂട്ടാം. ഇതിനകത്ത് നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വയ്ക്കുക. അപ്പം നല്ല ചാറ് കൂട്ടാനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അവിടെ പയ്യെ സ്റ്റീമിൽ തന്നെ ഇരിക്കട്ടെ. തേങ്ങ ചിരണ്ടി എടുത്തുകൊണ്ടു നന്നായിട്ട് അരച്ചിട്ടാട്ടോ. നേരത്തെ കൈ കൊണ്ടൊക്കെ പിഴിഞ്ഞ് വെച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ നമുക്ക് നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നല്ല തേങ്ങാപ്പാൽ മിക്സിക്കകത്തുകൊണ്ട് വെച്ച് നന്നായിട്ട് 2 കറക്കം കറക്കി കഴിയുമ്പോൾ അതിനകത്ത് പാൽ മൊത്തം കിട്ടും. അപ്പോൾ അതൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് വാങ്ങാവേ. തേങ്ങ എന്തുണ്ടോ നല്ലോണം മിക്സിക്കകത്ത് നല്ലോണം അരച്ചു കൊണ്ടുവന്നു. ഇനി നമുക്ക് അരിപ്പയ്ക്കകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാവേ. എന്നിട്ട് ആ തേങ്ങാപ്പാലും കൂടെ അങ്ങ് കൂട്ടുമ്പോഴത്തേക്കും ചിക്കൻ നല്ല അടിപൊളി ടേസ്റ്റ് ആവും. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അളവിലാട്ടോ വെച്ചത്. കൂടുതൽ അളവ് വയ്ക്കുമ്പം
കാണിച്ചു തരാനൊക്കെ പാടായതുകൊണ്ടാണ്. അതിന്ന് കറിവേപ്പില കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് കറിവേപ്പിലയുടെ ഒരു ചെറിയ കുറവുണ്ട്. നിങ്ങൾ ഇടുമ്പോൾ കറിവേപ്പില കൃത്യമായിട്ട് ഇട്ടോ കേട്ടോ. ഇപ്പോൾ വെള്ളം കറക്റ്റ് പാകമായി. ഒരുപാട് കുഴഞ്ഞിരിക്കുന്നേക്കാളും ഇച്ചിരി ലൂസായിട്ടിരിക്കുന്ന കേട്ടോ നല്ലത്. കറക്റ്റ് വരുവായി. ഇനി നല്ലോണം തിളപ്പിച്ചങ്ങ് വാങ്ങിയാൽ മതി. ഉപ്പുണ്ടോന്നൊക്കെ നോക്കിയിട്ട് വാങ്ങിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമാണ് ചിക്കൻ പല രീതിയിൽ കറി വയ്ക്കുന്നത്. ചിക്കൻ പപ്പാസൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ചിക്കൻ കറിയാണ് കേട്ടോ, തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ടുണ്ട്, നല്ല കറി. അപ്പോൾ ഈ കറി അപ്പത്തിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.